അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ ഗൂഢാലോചനയെന്ന ADGP MR അജിത് കുമാറിന്റെ മൊഴി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം PV അൻവറിനെ കണ്ടുവെന്ന് അജിത് കുമാറിന്റെ മൊഴിയിലുണ്ട്. മൊഴി പകർപ്പ് 24 ലഭിച്ചു. പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് PV അൻവർ സ്ഥിരീകരിച്ചു. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയതിന് പിന്നാലെയാണ് MR അജിത് കുമാറിന്റെ മൊഴി വിവരങ്ങളുടെ പകർപ്പ് പുറത്തു വന്നത്. PV അൻവറുമായി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അനുനയ ചർച്ച നടത്തിയെന്നാണ് മൊഴി. അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. തനിക്കെതിരായുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട്. അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം വയർലെസ് സന്ദേശം ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു കൂടിക്കാഴ്ചയെന്നും പച്ചക്കള്ളം പറഞ്ഞ അജിത് കുമാർ ഷാജൻ സ്കറിയെ രക്ഷിച്ചുവെന്നും PV അൻവർ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലിനായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ആളുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? പോലീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമെന്ന പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണ്. പോലീസിന്റെ ഹൈറാർക്കിക്ക് ഒരു കാര്യമില്ല, ഈ ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നത്. ഫ്ളാറ്റ് മറച്ചുവിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിൽ അജിത് കുമാർ പറയുന്നു. 24 തിരുവനന്തപുരം.